ഡേ 55 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മളെ ചലഞ്ചിൻ്റെ 55ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ടോട്ടൽ എടുത്തത് 4 ട്രേഡ്സ് ആണ്. സോ ആ ട്രേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. മൈ നെയിം ഈസ് മുബഷിർ. വെൽക്കം ടു മുബു മെട്രിക്സ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു താങ്ക്സ് പറയുകയാണ്. കാരണം നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആയ 1000 സബ്സ്ക്രൈബർ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മൾക്ക് ഏതായാലും 1000 സബ്സ്ക്രൈബർ എത്തിക്കാൻ കഴിഞ്ഞ്. സോ ഈ സപ്പോർട്ട് ഇനിയും മുന്നോട്ടുള്ള വീഡിയോസിനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സമയം ഒരു 10:28. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കൊരു ബിസി ഫോമായിരുന്നു. മാർക്കറ്റ് അപ്സൈഡ് പോണതിൻ്റെ ഒരു 3 മിനിറ്റിലൊരു ബിസി ഫോമായിരുന്നു. അതിൽ ടാപ്പ് ചെയ്തേക്കനെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തേക്കനെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തേക്കണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ആണോ എന്നുള്ളത്. നമ്മളിതിൽ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യണേ നമ്മൾ ഫിബ് ലെവലിൻ്റെ ഒരു 1.6 ആ ഒരു റേഞ്ചാണ് നമ്മളിതിലൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫിബിൻ്റെ 3 എന്ന് പറഞ്ഞ പോയിൻ്റാണ്. നമ്മൾ ഫിബ് ഡ്രോ ചെയ്താൽ 3 എന്ന് പറഞ്ഞ പോയിൻ്റാണ് സെക്കൻഡ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. സോ ട്രേഡ് റണ്ണിങ്ങിലാണ്. ഞാൻ ഒന്ന് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മൾ ഈ ട്രേഡ് ഇവിടെ എക്സിറ്റ് ആക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺ സൈഡ് ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി വന്നതാണ്. കാരണം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ട് നിഫ്റ്റി ഒരു ഡൗൺ സൈഡൊക്കെയുള്ള നല്ലൊരു A+ സെറ്റപ്പായിട്ട് നമുക്ക് കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ സോ നമ്മൾ ഈ ഒരു അപ്പ് സൈഡൊക്കെയുള്ള ബാങ്ക് നിഫ്റ്റിൻ്റെ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ നിഫ്റ്റിയിൽ എൻട്രി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നിഫ്റ്റിയിൽ ഏകദേശം നല്ലൊരു സ്ട്രക്ചർ, നല്ലൊരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ഡേ ഹൈയും കൂടിയുള്ള ഒരു ലിക്വിഡിറ്റിയാണ് നമുക്ക് അവിടെ സ്വീപ്പ് ചെയ്തത് നിഫ്റ്റി. അപ്പോൾ സോ നമ്മൾ ഇതിൽ ഡൗൺ സൈഡൊക്കെയുള്ള ഒരു PE സൈഡ് എൻട്രി ആണ് എടുക്കാൻ പോകുന്നത് നിഫ്റ്റിയിൽ. അതുകൊണ്ടാണ് നമ്മൾ മറ്റേത് C സൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ നിഫ്റ്റിയിൽ PE സൈഡ് കയറാൻ കാരണം. നമ്മൾ ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റിൽ തന്നെയാണ് എക്സിറ്റ് ആയത്. ഏകദേശം 800 രൂപ പ്രോഫിറ്റിലാണ് അത് നമ്മൾ എക്സിറ്റ് ആയത്. സോ നമുക്ക് ഈ നിഫ്റ്റിയിലെ ഈ സ്ട്രൈക്കിൽ നമുക്ക് എൻട്രി കയറാം. ഈ ഒരു ട്രേഡ് അത്യാവശ്യം ഒരു വിന്നിങ് റേറ്റ് ഉള്ളതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് അപ്സൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഡേ ഹൈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്തായാലും ഒരു ഡേ ലോ അല്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ടടുത്തെങ്കിലും പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തേക്കണ്. സോ നമുക്ക് നോക്കാം ഈ ട്രേഡ് എങ്ങനെ പോകാമെന്നുള്ളത്. സോ ഈ ട്രേഡിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിരിക്കണം. സോ നമ്മൾ ഒരു ലോട്ട് അവിടെ നിന്ന് എക്സിറ്റ് ആക്കണം. സോ നമ്മളെ സെക്കൻഡ് ടാർഗറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യണം. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് നമ്മൾ ഈ നിയറസ്റ്റ് ആയിട്ടുള്ള യൂസിംഗ് ലോ തന്നെയാണ്. ഇതിൻ്റെ താഴത്തേക്ക് പോകാൻ മാർക്കറ്റ് ചാൻസ് വളരെ കുറവാണ്. സോ നമുക്ക് ഇവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം സെക്കൻഡ് ടാർഗറ്റായിട്ട്. സോ നമ്മൾ SL നമുക്ക് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്ത് വെച്ചിരിക്കണം. ചിലപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം ഒരു ബിസി ഓൾറെഡി അവിടെ നല്ല രീതിയിൽ ഫോമായി കിടക്കുന്നുണ്ട് ഒരു 15 മിനിറ്റിൽ. സോ അതിൽ ടാപ്പായി ഇവിടുന്ന് റിവേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ SL കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തേക്കാൻ കാരണം. സോ ഈ ട്രേഡ് വന്ന് നമ്മളെ കോസ്റ്റിൽ എക്സിറ്റ് അയക്കണം. ഈ ട്രേഡിൽ നിന്ന് ഏകദേശം നമ്മളൊരു 1,916 രൂപയോളാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. സോ നമ്മൾ ഈ സെക്കൻഡ് ട്രേഡും കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ 2,721 രൂപയാണ് നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കണം. സോ ഇനി നമുക്ക് ഏതായാലും നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത ബാങ്ക് നിഫ്റ്റിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിരുന്നു. സോ അത് പ്രോബ്ലം ഇല്ല, നമ്മൾ ഓൾറെഡി വേറെ ട്രേഡ് വന്നപ്പോൾ അതിൽ കയറിയെന്നുള്ളൂ. സോ നമുക്ക് ഏതായാലും ഇനി അടുത്ത ട്രേഡ് നോക്കാം.
സമയം ഒരു 11:07 ആയി. സോ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു ചെറിയൊരു റിട്രേസ്മെൻ്റ് എങ്കിലും മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു PE സൈഡൊക്കെ എൻട്രി എടുത്തേക്കണം. ഒരു ചെറിയ രീതി വലിയ രീതിയിലൊന്നും റിട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യണില്ല, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യണുള്ളൂ. അത് ഒരു റിട്രേസ്മെൻറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റ് അതേമാതിരിക്ക് വീണ്ടും ബുള്ളിഷ് ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. സോ നമുക്ക് ഏതായാലും നോക്കാം. നമ്മളേതായാലും എൻട്രി എടുത്തേക്കണം. ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം നമുക്ക്. ഈ ട്രേഡിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്മോൾ ടൈം ഫ്രെയിമിലൊരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഒരു ചെറിയൊരു ഫോള് തന്ന് അതിൽ നമുക്കൊരു CB ഫോം ആയിരുന്നു ഒരു 3 മിനിറ്റിലവിടെ. സോ അത് ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ മെയിനായിട്ട് എൻട്രി എടുക്കുന്നത്. സോ മാക്സിമം ഇതിൻ്റെ ഹൈ തന്നെ SL വെക്കും, അത്ര തന്നെ ഹോപ്പുള്ളൂ. മൂന്നാമത്തെ ട്രേഡ് നമുക്ക് SL ആണ്. ഇതിൽ ഏകദേശം നമുക്കൊരു 919 രൂപയോളം നമ്മൾ ലോസ് ബുക്ക് ചെയ്തത്. ഇനി അടുത്ത ട്രേഡ് വരുമ്പോൾ നോക്കാം. ടൈം ഒരു 1:49 ആയിക്കണം. നമുക്ക് അടുത്തൊരു എൻട്രി വന്നത്, നാലാമത്തെ എൻട്രി വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് പോയിട്ട് ഒരു ലോവർ ടൈം ഫ്രെയിമിലുള്ള ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കാണും മാർക്കറ്റ് റിവേഴ്സ് ആയത്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ റിവേഴ്സ് ആയിട്ട് ഇവിടെ നമുക്കൊരു യെല്ലോ ബോക്സ് വരച്ചത് അതൊരു OB ആണ്. സോ ആ OBയിൽ ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ഓൾ ടൈം ഡേ ഹൈ ഒന്നും കൂടി വന്ന് നല്ല രീതിയിൽ സ്വീപ്പ് ചെയ്ത് നല്ല രീതിയിൽ അപ്സൈഡൊക്കെ പമ്പ് ആവാനൊരു പ്രോബബിലിറ്റി ഉണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്. ഈ ട്രേഡ് എങ്ങനെ പോകുമെന്ന് നോക്കാം നമുക്ക്. സോ നമ്മുടെ നാലാമത്തെ ട്രേഡും നമ്മൾ SL അടിച്ചിരിക്കണം. സോ ഇനിയിപ്പോൾ ഏതായാലും ട്രേഡ്സ് സ്റ്റോപ്പ് ചെയ്യാണ്. സോ ഇനി ഏതായാലും നാളെ നോക്കാം. ഇന്നെടുത്ത 4 ട്രേഡ്സിൽ നമുക്ക് ടോട്ടൽ 1286.25 നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. സോ നമ്മൾ Excel ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം, നോക്കിയാൽ കാണാൻ കഴിയും. ഡേ 55 ആണ് ഇന്ന് 19th മാർച്ച്. 1286.25 ഇന്നത്തെ പ്രോഫിറ്റ്. ഇന്നലത്തെ ചാർജ് നോക്കുകയാണെങ്കിൽ നമുക്ക് 166.95 വന്നതാണ്. സോ 1286 ഇന്നത്തെ പ്രോഫിറ്റും കൂടി അടിച്ചാൽ നമ്മൾ ഡേ 55 എൻഡ് ചെയ്യുമ്പോൾ 2559.10 പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇനി ബാലൻസ് വെച്ച് നിങ്ങൾക്ക് നോക്കി അവിടെ കാണാൻ കഴിയും. സോ ഈ ചലഞ്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.